ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ഗെയിൻ ചാലഞ്ച് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം ഞാൻ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം ഞാനൊന്ന് എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയി നിന്നിരുന്നു. അപ്പോൾ ഡയറ്റ് കുറച്ചൊക്കെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അന്ന് നോക്കിയത് വെയിറ്റ് ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പം ഈ വീഡിയോൻ്റെ ഇൻട്രോ എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് പോയി വെയിറ്റ് നോക്കണം. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ഡെയിലി വെയിറ്റ് ഗെയിൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. ലോങ് വീഡിയോ കൃത്യം 6 മണിക്ക് ഇടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വെള്ളം കുടിച്ചിട്ട് വേണം വെയിറ്റ് പോയി നോക്കാൻ. അപ്പം ഞാൻ രാവിലെ എത്ര വെയിറ്റാണ്, നൈറ്റ് എത്ര വെയിറ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് പറയാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് തൊട്ടിട്ട് എൻ്റെ ഫുൾ ഡേ ഒരു വാട്ടായിറ്റിനിടെ കാണിച്ച് തരും. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോയ്ക്ക് ചെറിയ രീതിയിലുള്ള എക്കോയും അതേപോലെ പക്ഷികളുടെയും ആൾക്കാരുടെയും വണ്ടീൻ്റെ ഒക്കെ ചെറിയ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ. അപ്പം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ ക്ലാരിറ്റീൻ്റെത് മാക്സിമം ഇത്ര ക്ലാരിറ്റി എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മതിയൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് വെയിറ്റ് നോക്കിയാൽ വെയിറ്റ് 41.40 കേട്ടോ. കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ 2-3 വട്ടം കയറി നോക്കി ഇനി അഥവാ കുറഞ്ഞോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ സാധാരണ കുറച്ചാണ് കഴിക്കാറ്. എനിക്ക് രാവിലെ അധികം പോവില്ല. പക്ഷേ ചാലഞ്ച് ആയതുകൊണ്ട് ഞാൻ 4 ഇഡലി എടുത്തു. ഞാൻ മിനിമം 3 ഇഡലിയാട്ടോ കഴിക്കുക. പക്ഷേ വെയിറ്റ് കൂട്ടണം എന്നുള്ളതുകൊണ്ട് ഞാൻ 4 എടുത്തു. പിന്നെ മുളക് ചട്നി ഉണ്ടായിരുന്നു. പിന്നെ പാൽ ചായയും കുടിച്ചു. ഞാൻ ഇഡലി ഇങ്ങനെ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടാണ് കഴിക്കുക. എനിക്ക് സ്പൂൺ വെച്ച് കഴിച്ചാൽ ഞാൻ കുറച്ചധികം കഴിക്കും, പെട്ടെന്നും കഴിക്കും. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇഡലി ഇങ്ങനെ കഷ്ണം മുറിച്ച് കഴിച്ചു. പിന്നെടാ ഒരു പണി കിട്ടിയെന്ന്. ഇന്ന് ഞാൻ റാഗി ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ചു. ബ്ലഡ് ഇല്ലാത്തതല്ലേ, കുറച്ച് റാഗിയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ചു. റാഗി ഉണ്ടാക്കി ഫുള്ള് സെറ്റ് ചെയ്ത് ലാസ്റ്റ് ഞാൻ പാലൊഴിച്ചപ്പോൾ എന്താ പിരിഞ്ഞങ്ങോട്ട് പോയി. പിന്നെ അത് വേസ്റ്റ് കൊണ്ടുപോയി കളഞ്ഞ്. പിന്നെ വിചാരിച്ചു എന്നാൽ മുട്ട കഴിക്കാമെന്ന്. മുട്ടയും ഒരു ഇഡലിയും കഴിക്കാൻ വിചാരിച്ചു. മുട്ട ഉണ്ടാക്കിയപ്പോഴോ മുട്ട അതാ കഴിഞ്ഞു പോണ്. എന്താ ചെയ്യുക. അവസാനം ഞാൻ 2 ഇഡലി കഴിച്ച് ഒതുക്കാൻ വിചാരിച്ചു. പക്ഷെ നടന്നില്ല. 2 ഇഡലി എവിടെ എത്താത്ത പോലെ. അപ്പോൾ ഞാൻ 3 ഇഡലി കഴിച്ചു. ചെമ്മീൻ റോസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 3 ഇഡലി കഴിച്ചു. ഉച്ചയ്ക്ക് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു. ചെമ്മീൻ റോസ്റ്റ്, കരൾ റോസ്റ്റ്, പിന്നെ അതേപോലെ എൻ്റെ വല്യമ്മൻ്റെ സ്പെഷ്യൽ മാങ്ങച്ചാറും, പിന്നെ മത്തി വറുത്തത്. ഈ മത്തിയൊക്കെ നല്ലതാട്ടോ, കാൽഷ്യമൊക്കെ കിട്ടാൻ. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞാൻ ഇഡലിയും ചെമ്മീൻ കറിയും കഴിക്കുമ്പോൾ അച്ഛൻ ഇതേപോലെ 2 കൊണ്ടുവന്ന്. ഇതിന് കട്ടിപ്പത്തിരി എന്ന് പറയാം, മറ്റേന് ഞങ്ങൾ ബോണ്ട എന്ന് പറയാം, മസാല ബോണ്ട. അപ്പോൾ നിങ്ങൾ അവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ വെയിറ്റ് കൂടിയൊന്ന് പറയാം. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ ഞാൻ ഈവനിങ് വരെ കഴിച്ച ഫുഡിൻ്റെ ഫുള്ളും വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ടോട്ടലി ഇതുവരെ കഴിച്ച കാലറി എന്ന് പറഞ്ഞാൽ 1763 കാലറി ആണ് ഞാനിപ്പോൾ കഴിച്ചത്. ഇനി കഴിക്കാൻ പോകുന്നതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം രാത്രിയാവും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും. ഞാൻ ഇന്നെടുത്ത വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്.